ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം. അപ്പം അച്ഛൻ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്നൊരു കാഴ്ചയാണ്. കുറേ പേര് അവിടെ നിന്ന് ബീഡിയം വെച്ചുകൊണ്ട് കിന്നാരം പറയുമ്പോൾ ഒരാളോട് ഒറ്റയ്ക്ക് നിന്ന് കാലെല്ലാം വെട്ടുന്നത്. എനിക്കത് കണ്ടപ്പം ചെറിയൊരു ദേഷ്യം ഇതൊക്കെ തോന്നി. ഇവർക്ക് എന്താ ഇത് ഒന്നിച്ച് ചെയ്താൽ പണി എളുപ്പമാവുമല്ലോ എന്ന് കരുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ താണ്ട അച്ഛൻ വന്നു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം. ഇന്നധികം പണിയൊന്നും വീട്ടിലില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് തുണിയൊക്കെ ഉണക്കാനുണ്ട്. വെയിലൊക്കെ നല്ലപോലെ ഉണ്ട്. നല്ല കട്ട വെയിലാണ്. തലയെല്ലാം പൊള്ളുവാണ്. ഞങ്ങളുടെ നല്ല വെയിലോടെയാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല വെയിലിന് വീട്ടിൽ പോകുമ്പം കാല് മാറാതിരുന്നാൽ കൊള്ളാം എന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ തുണിയൊക്കെ ഉണക്കാനുള്ളതെല്ലാം ഉണക്കി പറക്കി. ഇന്ന് ചോറ് മാത്രം വെച്ചാൽ മതി. അതിന് കറി ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. എയ്റോപ്ലെയിൻ എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം മോൻ പറഞ്ഞു, മമ്മി ഇതാവുകൊണ്ട് പ്ലെയിൻ പോകണേ. ഞങ്ങൾ ആവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടങ്ങി നോക്കിയിട്ട് സാധനം കാണാനില്ലെന്ന് മാത്രം. ഇനി സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, സാധനമൊന്നും കണ്ടില്ല. പിന്നെ അവനൊരു അമ്പറ നോട്ടമായിരുന്നു. കുറേ നേരം അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മമ്മി കണ്ടില്ലല്ലോ, എവിടെ പോയിന്ന്. അതിനുശേഷം ഉച്ചക്കുള്ള ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വെറുതെ വേറെ ചുമ്മാ വീട്ടിലിരിക്കല് എന്നും കയറി ഞങ്ങൾ ടൗണിലോട്ടൊന്ന് പോവാണ്. ടൗണിൽ പോയി നേരെ അവിടെ നിന്നപ്പോഴത്തേനും ഒരു അച്ഛനിരിക്കുന്നുണ്ടപ്പോഴത്തേനും ജോനക്കുട്ടി കുറേ കൊക്കരായങ്ങൾ കാണിക്കുന്നു, ടാറ്റ കാണിക്കുന്നു. അച്ഛനും തിരിച്ച് ടാറ്റയെല്ലാം കാണിച്ച് അങ്ങനെ അവിടെയും കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഇടത്തോട്ട് പോയി. വേറൊരു കടയിലാണ് പോയത്. അവിടെ ചെന്നിരുന്നപ്പോഴത്തേനും നമ്മൾ ലൈമാണ് പറഞ്ഞത്. ലൈമും ഒരു കേക്കും പറഞ്ഞ്. അമ്മോ, ഒന്നും പറയണ്ട, ഒരു യമണ്ടൻ ഗ്ലാസ്സിലെ ലൈമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കണ്ടപ്പോൾ തന്നെ കണ്ണ് ഞെളിച്ച് പോയി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോനക്കൊച്ച് പിണങ്ങിയിരിക്കുവാൻ നമുക്ക് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ. പിന്നെ പിണക്കവും പരിഭവവും എല്ലാം മാറ്റി ഞങ്ങളത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത്. യമണ്ടൻ ഗ്ലാസ്സിൽ ഇത് കണ്ടിട്ട് തന്നെ ഞാനാകെ കണ്ണ് തള്ളിപ്പോയി. എന്താ പറയാനാ, നല്ല സോഡയായിരുന്നു. ഞാൻ കുടിച്ച്. സൂപ്പർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളി സാധനം. അതിൻ്റെ കൊടുത്തിട്ട് കേക്കും കൂടെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ അവിടെയും ചാശി നിറയാൻ ആളാണ്ടാണ്. ഈ പുള്ളിയെ വളരെ സൂക്ഷിക്കേണ്ട ഒരാളാണ്. ഇത് അപാരൊരു ഭീമസേനനാണ്. എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും വായിന് എന്തെങ്കിലും കേൾക്കാതെ പോകാൻ ഒരു വിടയും ഞങ്ങൾക്കില്ല. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, എവിടെയെങ്കിലും വെച്ച് കാണും, കണ്ട് പിടികൂടും, ഞങ്ങളെ ഇട്ട് കൊലവറി ചെയ്യും. അങ്ങനെ കുറേ നേരം പുള്ളിക്കാരൻ്റെ കഥയും പറഞ്ഞു കേട്ടിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു അങ്കിളിൻ്റെ വീട് വരെ പോയി. അവിടെ പോയിട്ട് നേരെ വന്ന് ഫുഡും കഴിച്ചിട്ട് ഉറങ്ങുവാണ് കൂട്ടുകാരെ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്.